മിക്ക പാരന്റ്സും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, കുട്ടി പഠിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ മറന്നു വന്നു, അല്ലെങ്കിൽ പരീക്ഷ ഹാളിലെത്തുമ്പോൾ പേടിയാവുന്നു, പരീക്ഷ എടുത്തു കഴിഞ്ഞ് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നു, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഉറക്കക്കുറവ്, ഇങ്ങനെ കുറെ പ്രശ്നം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയും. കുട്ടികളെ കുറിച്ചൊക്കെ അധികം പറയാം, എക്സാം വരുമ്പോൾ ഭയങ്കര പേടി വരുന്നു, പരീക്ഷ ഹാളിൽ നിന്നെല്ലാം മറന്നു എന്നൊക്കെയാണ് പറയാം. അത്ര കുട്ടികളെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളോട് മറന്നുപോകും, കൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിക്കുന്ന കുട്ടികൾ മറന്നുപോകും. പിന്നെ നമ്മൾ പറഞ്ഞത് ബൈഹാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ബൈഹാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും, നന്നായിട്ട് പഠിച്ച് അത്യാവശ്യം മാർക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഭാരം കൂടുമ്പോൾ ഇയർലി എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടുള്ളൂ. അതുകൊണ്ട് പൊതുവെ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബൈഹാർട്ട് ചെയ്യുന്ന കുട്ടികൾ ഇതിൽ പരാജയപ്പെട്ടു, അവർ പഠിക്കാൻ പറ്റില്ല, അവർ പ്രയാസം തന്നെ. കുട്ടികൾ ഈ ബൈഹാർട്ടിംഗ് സിസ്റ്റം മാറ്റിയിട്ട് നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്തിട്ടാണോ പഠിക്കുന്നത് എന്നുള്ളത് ഓരോ രക്ഷിതാവും നോക്കണം. ബൈഹാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അധികം ലൈഫ് ഉണ്ടാവില്ല, അത് പെട്ടെന്ന് പല ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ അവർക്ക് കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല, ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, കൺസെപ്റ്റലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, പല പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യും.